മറ്റൊരു വാർത്തയിലേക്ക് കിടക്കുന്നു. ഇടുക്കിയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച വയോധികൻ അറസ്റ്റിൽ. രാജാക്കാട് ബന്ധുവീട്ടിലെത്തിയ വയനാട് സ്വദേശി ചാക്കോ എന്ന 74-കാരനെയാണ് രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വൈദ്യ പരിശോധന നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, നാണം കെടുത്തുന്ന വാർത്ത കൂടിയാണ് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴാണ് ഈ വിവരം പുറത്തറിയുന്നത്? വിവരങ്ങൾ എന്താണ് കേസിന്റെ? അപർണ, തീർച്ചയായും വളരെയധികം മനഹാനി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ രാജാക്കളിൽ നിന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു 10 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായിരിക്കുന്നു. അത് 74 വയസ്സുകാരനായ വയോധികനിൽ നിന്ന്. ഇയാൾ വയനാട് സ്വദേശിയാണ്. ഇയാൾ രാജാക്കാലിലുള്ള ബന്ധു വീട്ടിലേക്ക് സന്ദർശിച്ചെത്തിയായിരുന്നു. ആ സമയത്താണ് ഈ കുട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും തുടർന്ന് വീട്ടുകാരെ വയറുവേദന ഉള്ളതായി അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് തുടർന്ന് ആശുപത്രി അധികൃതർ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇത്തരത്തിൽ പീഡനം നടന്ന വിവരം അറിയുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും ഇയാൾ ഈ പ്രദേശത്ത് നിന്നും വയനാട് മേഖലയിലേക്ക് കടന്നിരുന്നു. പിന്നീട് രാജാക്കാട് പോലീസ് വയനാട്ടിലെത്തി ഇത് പുലർച്ചെയോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ കുട്ടിക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല, കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എങ്കിലും ഈ കൃത്യമായ പരിചരണമൊക്കെ ഗവൺമെന്റ് ഭാഗത്തുനിന്നും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഒക്കെ നൽകുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിക്ക് നേരെ 74 വയസ്സുകാരുടെ നിന്നാണ് ഇത്തരത്തിലൊരു തിക്താനുഭവം ഉണ്ടായത്. കൃത്യമായ ഇടപെടൽ ഉടൻ തന്നെ വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും അങ്ങനെ വിവരം പുറത്തിറങ്ങുകയായിരുന്നു. അപർണ, 74-കാരനാണ് ഈ പ്രതി. പ്രിൻസ്, മുൻപും ഈ തരത്തിലുള്ള കേസുകളോ മറ്റോ ഇയാൾക്കെതിരെ ഉണ്ടോ? എങ്ങനെയാണ് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഏത് തരത്തിലാണ് പോലീസ് പറയുന്നത്? അപർണ, ഈ കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകിയിട്ടില്ല. ഇയാൾ വയനാട് സ്വദേശിയാണ്. അകന്ന ഒരു ബന്ധുവീട്ടിലേക്കാണ് ഇയാൾ ഈ കഴിഞ്ഞ ദിവസം എത്തിയത്. ഇടുക്കിയിലെ രാജാക്കാട് മേഖലയിലുള്ള അകന്ന ബന്ധുവീട്ടിലേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും കുട്ടിക്ക് വയറുവേദന അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഈ സംഭവം അറിഞ്ഞൊരു വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകുന്ന സമയത്ത് തന്നെ ഇയാൾ ഈ വിവരം മനസ്സിലാക്കുകയും തുടർന്ന് തന്നെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് വയനാട്ടിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വിശദമായ ഒരു അന്വേഷണം സംഭവത്തിലുണ്ടാകും. പോലീസ് കൃത്യമായ ഇടപെടൽ തന്നെ നടത്തുകയും ഇവിടെ രാജാക്കളിൽ നിന്നും വയനാട്ടിലേക്ക് പോയ പ്രതിയെ കഴിഞ്ഞ രാത്രി തന്നെ ഇന്ന് പുലർച്ചയോട് തന്നെ പിടികൂടാൻ സാധിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കൃത്യമായ പോലീസിന്റെ രീതി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും കൃത്യമായൊരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവും. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിലൊക്കെ പോലീസ് നമുക്ക് നൽകുമെന്നാണ് കരുതുന്നത്. അപർണ, അതോടൊപ്പം തന്നെ കുട്ടിയുടെ ആരോഗ്യനില ഏത് തരത്തിൽ കൂടിയാണ് പ്രിൻസ്? മുഴുവൻ കാര്യങ്ങളും പുറത്ത് പറയാത്തതുകൊണ്ട് തന്നെ അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടിയാണ്. അപർണ, കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഉടൻ തന്നെ വീട്ടുകാർ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു, ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രി അധികൃതർ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നിലവിലില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും കൃത്യമായ ഒരു പരിശോധനയും ഇടപെടലും ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. വയറുവേദന ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട ഉടൻ തന്നെ വീട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായ വൈദ്യപരിശോധനയും സാഹചര്യങ്ങളും എല്ലാം ലഭിച്ചു. ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്തുവാൻ സാധിച്ചു. പോലീസിന് കൃത്യമായ ഇടപെടൽ ഈ സംഭവത്തിൽ ഉണ്ടാവുകയും സാധിച്ചു. വയനാട്ടിലേക്ക് ഇറങ്ങെങ്കിൽ തന്നെയും പ്രതിയെ വയനാട്ടിലെത്തി അറസ്റ്റ് ചെയ്യാനും സാധിച്ചു. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപർണ, 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച വയോധികൻ 4